വെൽക്കം. സാറിന്റെ അവിടുത്തെ ടൈം എത്രയായി? 4:30 ഈവനിങ്ങോ അതോ ഏർലി മോർണിംഗോ? ഈവനിങ്. ഓക്കെ, മറ്റുള്ളവരും വരുമെന്ന് നോക്കട്ടെ. എത്ര പേരുണ്ടാവും? ധാരാളം പേര് താല്പര്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും വെയിറ്റ് ചെയ്യാം. വെൽക്കം. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. അല്പസമയം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പലരും ക്ലാസ്സിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ പോയി കാണും, മറന്നുപോയിട്ടുണ്ടാവും. പല ഗ്രൂപ്പുകളിലും ആളുകൾ ജോയിൻ ചെയ്തിട്ട് പിന്നെ അത് മറന്നുപോകും. വെൽക്കം വെൽക്കം സതീഷ്. താങ്ക് യു. നമസ്തേ സർ. നമസ്തേ. നമസ്തേ സർ. നമസ്തേ നമസ്തേ. നമസ്തേ മധു. ദിലീപ് നമസ്കാരം. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കും സാറേ. വെൽക്കം മുരളി. വെൽക്കം സാറേ.
മറ്റുള്ളവർ കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആമുഖമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ പരിചയപ്പെടാം. ഇല്ലെങ്കിൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് എവിടെയാണ്, എവിടെ നിന്നാണ്, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, പറയാതിരിക്കാം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ഹാപ്പിയാണോ? ഓക്കെ, നമുക്ക് റെക്കോർഡിങ് നമുക്ക് ഷെയർ ചെയ്യാം. ലേറ്റായിട്ട് വരുന്നവർക്ക് അതനുസരിച്ച് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഹീലിങ്ങിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ തലങ്ങളിലാണ്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായ തലങ്ങളിലുള്ള സൗഖ്യമായിട്ടുള്ള അവസ്ഥ, അതിലേക്ക് നയിക്കുന്ന ചില രീതികൾ, ഇത് പണ്ട് പുരാതന കാലം തൊട്ട് നിലവിൽ നിൽക്കുന്നു. അതിൽ പലതും പല മത അധിഷ്ഠിതമായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ശരീരം, അതിനെ നമ്മൾ ദേഹി, ജീവൻ, പിന്നെ ആത്മാവ് എന്ന് 3 ഘടകങ്ങളായിട്ട് ഇന്നത്തെ ആധുനിക ലോകം അതിനെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു പഠനം ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ ഒന്നാണ്, അതിന് ഈ 3 ഘടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിനേക്കാൾ കൂടുതലായിട്ട് ജീവനിൽ തന്നെ നിലനിൽക്കുന്ന മനസ്സുകളെക്കുറിച്ചും സ്വയത്തെക്കുറിച്ചും വില്ലിനെക്കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചുമെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തെ പരിപോഷിപ്പിക്കാനും അല്ലെങ്കിൽ സുഖമായിട്ട് നിർത്താനുമായിട്ട് ധാരാളം ചികിത്സാ വിധികളുണ്ട്. നമ്മൾ അറിയുന്ന അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങി യുനാനി, സിദ്ധം, ധാരാളം പേരെടുത്ത് പറയാൻ തന്നെ നമുക്ക് അറിയില്ലാത്ത രീതിയിൽ ധാരാളം ചികിത്സാ രീതികളുണ്ട്. എന്നാൽ ജീവനെ സംബന്ധിച്ച് 2 തലങ്ങളിലാണ് അതിൻ്റെ ചികിത്സ നടക്കുന്നത്. ഒന്ന് സൈക്കോളജി, മനസ്സുകളുടെ പഠനം സംബന്ധിച്ചും, മറ്റൊന്ന് സൈക്കാട്രി, അത് മെഡിസിൻ, തലച്ചോറുമായി ബന്ധപ്പെട്ട് ഹോർമോണുകളും മറ്റു ചില കെമിക്കൽ റിയാക്ഷൻസിനെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളുമായിട്ട് സൈക്കാട്രി. 2 വിഭാഗങ്ങളാണ് ഇന്ന് ജീവൻ്റെ തലത്തിൽ നിൽക്കുന്ന ചികിത്സാ രീതികൾ. മറ്റൊരു തലമാണ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ തലത്തിൽ അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുവാനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വിധികളും എൻ്റെ അറിവിലില്ല. അവിടെയാണ് റിലീജിയസ് ആയിട്ട്, മതപരമായിട്ടുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളും മറ്റും നിലകൊള്ളുന്നത്. അതിനെ അറിയപ്പെടുന്ന ഒന്നാണ് സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. ഇന്ന് ധാരാളം ലോകത്തിൽ സ്പിരിച്വൽ ഹീലേഴ്സ് ഉണ്ട്. ആ സ്പിരിച്വൽ ഹീലേഴ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ ആ സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ എനർജി സോഴ്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനർജി സോഴ്സ് അവരെടുക്കുന്ന
ഏതെല്ലാം എനർജികളെയാണ് അവരത് ആ ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു മർമ്മം. അതെല്ലാം നമ്മൾ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇവിടെ എൻ്റെ സബ്ജക്റ്റ് ബൈബിൾ ബേസ്ഡ് ആയിക്കൊണ്ട് പെൻഡുലം ഹീലിംഗ് എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് പെൻഡുലം ഹീലിംഗ്. ഇന്ത്യയിൽ വളരെ പരിചിതമായത് പെൻഡുലം ഡൗസിംഗ് ആണ്. പെൻഡുലം ഡൗസിങ്ങിനെ കുറിച്ച് ഒട്ടും തന്നെ ആളുകൾ ഒരു ഹീലിംഗ് ആയിട്ട് കാണുന്നില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നുള്ള രീതിയിലാണ് ഡൗസിങ് അതിനെ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിന് പല മതവിഭാഗങ്ങളും അതിൻ്റെ ആവശ്യമില്ല, അത് ദൈവികമല്ല എന്നുള്ളൊരു ചിന്തയുമുണ്ട്. യഥാർത്ഥത്തിൽ പെൻഡുലം എന്നുള്ളൊരു ടൂളാണ്. ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? പണ്ടത്തെ കാലത്ത് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വളരെ ബുദ്ധിമുട്ടിയാണ് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ സ്പന്ദനങ്ങളും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനുമെല്ലാം വൈദ്യലോകത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സ്റ്റെതസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി വളരെയധികം രോഗനിർണയങ്ങൾ ചെയ്യാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് വന്നു. അപ്പോൾ ആ ടൂള് ഒരിക്കലും ഒരു ദൈവത്തെ ഹനിക്കുന്നതോ അതോ ദൈവത്തെ നിന്ദിക്കുന്നതോ ആയ ഒന്നല്ല. അതുപോലെ തന്നെയാണ് എനർജിയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ, സബ്സ്റ്റിൽ എനർജി, അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സുകളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെൻഡുലം. കൂടുതലായിട്ട് നമുക്ക് വിശദമാക്കാം. ഒരു സ്റ്റാർട്ടിങ്, ഒരു ആമുഖമായിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാനിത് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ വരാം, അതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക, ഗ്രൂപ്പിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ ഞാൻ അതിനുള്ള മറുപടികൾ തരാം. നമുക്ക് ക്ലാസ്സിൻ്റെ നമുക്ക് പല ചാപ്റ്ററുകളായിട്ടാണ് പോകേണ്ടത്. കഴിയുന്നത്ര ചാപ്റ്ററുകൾ നമ്മൾ എടുക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ദൈവമാണ് എല്ലാ ഹീലിങ്ങിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ബൈബിൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്. ഏതൊരു ഹീലിങ്ങിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. അതേത് ദൈവം എന്നുള്ളതോ ദൈവത്തിന് പേരുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് വിശദമാക്കാം. ദൈവം എന്നുള്ള ഒരു സങ്കല്പം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ദൈവം നന്മയിൽ വസിക്കുന്നു, ദൈവം നന്മയാണ്, സ്നേഹമാണ്, പ്രകാശമാണെന്നെല്ലാം പല രീതിയിലും ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങളുണ്ട്. ഏറ്റവും ശക്തമായ ഒരു ഉറവിടം ദൈവം എന്നുള്ള സങ്കല്പവും ആ സങ്കല്പത്തിലുള്ള വിശ്വാസവും അത് യാഥാർത്ഥ്യമാക്കിയ ധാരാളം അനുഭവങ്ങളുമാണ് നമുക്കും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ബൈബിൾ പറയുന്നത് പ്രകാരം രോഗസൗഖ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. അത് ബൈബിള്, ഞാൻ എന്തുകൊണ്ടാണ് ബൈബിള്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ബൈബിള് കയ്യിൽ കരുതണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്കിതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഒരു വക്കീല് അതിന് ലോ പോയിന്റ് പറയുമ്പോൾ അത് എവിടെ എഴുതിയിരിക്കുന്നു എന്ന് പറയണം. അതുപോലെ ബൈബിള് നിങ്ങൾക്ക് റെഫറൽ പോയിന്റ് ആയിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കണം. അത് വായിച്ചു നോക്കണം, ഞാൻ പറയുന്നത് തന്നെയാണോ, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ അതുണ്ടോ, അതിൻ്റെ അടിസ്ഥാനമാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ടെസ്റ്റ് ആവശ്യമാണ്. പിന്നീട് ആവശ്യമായിട്ടുള്ളതാണ് പെൻഡുലം. പെൻഡുലങ്ങൾ പലതരത്തിലുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പെൻഡുലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പെൻഡുലങ്ങൾ കാണിക്കാം. പെൻഡുലങ്ങൾ ആവശ്യമാണ്. പെൻഡുലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഡൗസിങ് പെൻഡുലം നിങ്ങൾക്ക് പെട്ടെന്ന് നിർമ്മിക്കാം. ഒരു ചെറിയ ചരടിൽ ഒരു ഭാരമുള്ള വസ്തു, എന്തെങ്കിലും തരത്തിലുള്ള ബോൾട്ടോ നെട്ടോ കിട്ടിയാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതിൻ്റെ വശം എന്ന് പറയുന്നത്, അത് ചലിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇടപെടൽ കാരണം. ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്നാണ് അതിനെ പറയുന്നത്. അത്
വെറുതെ പിടിക്കുമ്പോൾ ആ സ്ട്രിങ്ങിൽ കിടന്ന് ആടുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ യാതൊരു തരത്തിലുള്ള ചലനങ്ങളും നടത്തുന്നില്ല. നിങ്ങളത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് പിടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഉള്ള വളരെ മൈക്രോ മൂവ്മെൻറ്റ്സ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡാണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് അതിനെ തെളിയിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് വീണ്ടും വരാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനുഷ്യരെ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് റെസ്റ്റോർ ചെയ്യുക, പുനഃസ്ഥാപിക്കുക. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫാക്ടറി സെറ്റിംഗ് മോഡിലേക്ക് പോകുന്നത് പോലെ ധാരാളം മിസ്യൂസ് ചെയ്ത് വൈറസ് അറ്റാക്കുകളൊക്കെ വന്നു കഴിഞ്ഞ് മൊബൈലിൽ നമ്മൾ ഫാക്ടറി മോഡിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിന്ന് വളരെ പരിചിതമാണ്. നമ്മളെ റെസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ദൈവികമായ ഒരു ശക്തിയുടെ ആവശ്യമുണ്ട്. അതിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ റെസ്റ്റോറേഷൻ നടക്കുക, ഇമോഷണലി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് റെസ്റ്റോറേഷൻ നടക്കാൻ, സ്പിരിച്വലി ആയിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു റെസ്റ്റോറേഷൻ, ഒരു നവീകരണം, അല്ലെങ്കിൽ പുതുക്കം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് അഗെയിൻ, വീണ്ടും ഒരു തുടക്കത്തിലേക്ക് എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ഒരു ശക്തി, ഒരു ഫോഴ്സ് ആവശ്യമാണ്. ആ ഫോഴ്സ് ദൈവികമാണ്, ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പെൻഡുലം എന്ന് പറയുന്നത് അതൊരു ടൂളാണ്, ഒരു അലൈൻമെൻറ്റ്. നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നുള്ളതിനെല്ലാം മെഷർ ചെയ്യാനുള്ള ഒരു ടൂള് ആണ് പെൻഡുലം എന്നുള്ളത്. നിങ്ങൾ നോട്ട്ബുക്ക് കരുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എക്സോഡസ്, ബൈബിളിലെ പുറപ്പാട് 15-ാം അധ്യായം ബൈബിളുമായിട്ട് പരിചയമില്ലാത്തവർ കാണാം. ബൈബിളിൻ്റെ ആദ്യമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് എടുത്താൽ ജനസിസ് കഴിഞ്ഞ് നിങ്ങൾക്ക് പുറപ്പാട് അല്ലെങ്കിൽ എക്സോഡസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കിട്ടും. അതിൻ്റെ 15-ാമത്തെ അധ്യായം ബൈബിളുമായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ട് അല്പസമയങ്ങൾ എടുത്തേക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടോ? എത്ര പേരുടെ കയ്യിൽ ബൈബിളുണ്ട്? നിങ്ങൾക്കൊരു തമ്പിടാം, തമ്പിട്ടാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ ബൈബിള് നിങ്ങൾ പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒന്ന് തുറന്നിട്ട് കുഴപ്പമില്ല. ബൈബിളിൻ്റെ 2-ാമത്തെ അധ്യായം പുറപ്പാടിലേക്ക് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് 15 വലിയ അക്ഷരത്തിൽ കാണുന്നതാണ് അധ്യായങ്ങൾ. ആ 15-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചു പോവാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്. അതിൻ്റെ 26 നിങ്ങളുടെ കയ്യിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുള്ള തെളിവായിട്ട് നിങ്ങൾക്ക് വായിക്കാം. യെസ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. അവിടെ ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ യഹൂദന്റെ പുസ്തകങ്ങളാണ്. വളരെയധികം പഴക്കമുള്ള ഒരു ജനതയാണ് യഹൂദന് ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പുസ്തകങ്ങളാണ് നമ്മൾ പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകങ്ങൾ. യഹൂദൻ്റെ സംസ്കാരം, യഹൂദൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എല്ലാം കാണിക്കുന്ന വളരെ വിപുലമായ ഒന്നാണ്. നമുക്കിത് മുഴുവനൊന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് നിന്നെ സൗഖ്യമാക്കുന്നത് ഞാനാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതിലാണ്. ബൈബിൾ ബേസ്ഡ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവികമായ അല്ലെങ്കിൽ ദൈവത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് ഒരു രോഗ സൗഖ്യത്തിന് കാരണം.
മറ്റൊന്ന്, നിങ്ങൾ ബൈബിളിൻ്റെ ഏകദേശം മധ്യഭാഗം സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെടുക്കാൻ സാധിച്ചാൽ എളുപ്പമാണ്. ഒന്ന് ബൈബിള് പരിചയപ്പെടാനും നല്ലതാണ്. ധാരാളം കാവ്യ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ, അല്ലെങ്കിൽ സാംസ് എന്ന് പറയും. അതിൻ്റെ 107ാമത്തെ ചാപ്റ്റർ, അധ്യായം, അതിൻ്റെ 20ാമത്തെ സെൻറ്റൻസ്. ഞാൻ സ്പീഡിൽ പോവാണെങ്കിൽ പറയണം. അവൻ 107ന്റെ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. സങ്കീർത്തനങ്ങൾ എടുക്കാൻ പറ്റിയോ? ബൈബിള് തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല, ഒരു സ്റ്റാർട്ടിംഗ് ആണ്. സങ്കീർത്തനങ്ങൾ കാണാൻ പറ്റും, ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഒരു കാവ്യം, ഒരു പോയട്രി പോലെ എഴുതിയിട്ടുള്ള പോയങ്ങൾ തന്നെയാണ്. അതിൻ്റെ 107, അതിൻ്റെ 20 ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ വായിക്കാമോ? അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. He sent out his word and healed them. അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം വാക്കിനെ, വേർഡ്, ശബ്ദത്തെ അയച്ച് സൗഖ്യമാക്കുന്നു. ഇവിടെ പെൻഡുലം തെറാപ്പികൾ പഠിക്കുന്ന പലരുമുണ്ട്. പെൻഡുലം കമാൻഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. പെൻഡുലം കമാൻഡ്സ്, വാക്കുകൾ. അത് പഠിച്ചവരോട് പറയാറുണ്ട്, നിങ്ങൾ അതിനെ ശബ്ദത്തിൽ പറയണം. നിങ്ങളുടെ വെർബൽ വൈബ്രേഷൻസ് അതിന് ആവശ്യമാണ്. അത് ശബ്ദം ട്രാവൽ ചെയ്യും. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ട്രാവൽ ചെയ്യുന്ന പോലെ ശബ്ദത്തിൻ്റെ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് പോകുന്നു. അത് ലക്ഷ്യത്തിൽ എത്തുകയും അതിൻ്റെ ലക്ഷ്യം നടത്തുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഗോഡ് സെൻഡ് ഹിസ് വേർഡ് ആൻഡ് ഹീൽഡ്, അല്ലെങ്കിൽ സൗഖ്യത്തിനായിട്ട്, രോഗശമനത്തിനായിട്ട് ദൈവം തൻ്റെ ശബ്ദത്തെ, വാക്കുകളെ അയക്കുന്നു. കൂടുതലായിട്ട് ഇന്ന് ബൈബിളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാം. എങ്ങനെയാണ് ദൈവം ശബ്ദം അയക്കുന്നതും അതിൻ്റെ സയൻസും എല്ലാം നമുക്ക് നമ്മുടെ തോട്ട് ഫോംസ്, നമ്മൾ ചെയ്യുന്ന ഹീലിങ്ങിൽ എങ്ങനെയാണ് എനർജി ഇൻവോൾവ് ആവുന്നത് എന്നുള്ള ക്ലാസ്സുകൾ ഞാൻ പണ്ട് ചില വ്യക്തികൾ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്, അവർക്കറിയാം. പുതുതായിട്ട് കേൾക്കുന്നവരിലേക്ക് ഞാനത് ഒരിക്കൽ കൂടി, എന്താണ് പെൻഡുലം തെറാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ഊർജങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഊർജങ്ങൾ അതിലേക്ക് അടങ്ങുന്നത്, അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകാശത്തെക്കുറിച്ചൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. എന്താണ് പ്രകാശം? പ്രകാശത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്തെ, അല്ലെങ്കിൽ അതിൻ്റെ കണികയെ, പ്രകാശ കണികയെ പറയുന്നതാണ് ഫോട്ടോൺസ്. ഈ ഫോട്ടോൺസ് എന്ന് പറയുന്നത് പല കണികകളായിട്ട്, അതിനെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാര വളരെ ക്രിസ്റ്റൽ ഫോമിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു പിടി പഞ്ചസാര ഞാൻ കയ്യിലെടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞാൽ ആ പഞ്ചസാര പല കണികകളായിട്ട് പല സ്ഥലങ്ങളിൽ വന്ന് വീഴും. നിങ്ങളുടെ മേത്തും, നിങ്ങളിലേക്കാണ് ഞാൻ ഒരു പക്ഷേ അത് എറിയുന്നതെങ്കിൽ നിങ്ങളുടെ മേത്ത് വീഴും. നിങ്ങളുടെ ഓരോ വ്യക്തികളിൽ വീഴുന്ന പഞ്ചസാരയുടെ കണികകൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ദിലീപിൻ്റെ ശരീരത്തിൽ വീഴുന്ന കണികകളായിരിക്കില്ല ഒരു പക്ഷേ ജേക്കബിൻ്റെ മേത്ത് വീഴുന്നത്. അതുപോലെയാണ് പ്രകാശത്തിൻ്റെ കണികകൾ നമ്മളിൽ വീഴുന്നത്. ഈ പ്രകാശത്തിൻ്റെ കണികകൾ ധാരാളം ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് എനർജി. ഇന്ന് നമ്മൾ സോളാർ സെല്ലുകളും ധാരാളം സോളാർ പാനലുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ എനർജി, സോളാർ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ വേവ്സ് ആയിട്ട് മാറ്റി നമ്മൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്.
ഇതിൽ ധാരാളം എനർജികൾ പലതും ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്രകാരമുള്ള പ്രകാശത്തിൻ്റെ പലതരത്തിലുള്ള ഊർജങ്ങളെ പൊതുവെ പറയുന്ന ഒരു വാക്കാണ് കോസ്മിക് എനർജി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിൽക്കുന്ന മറ്റ് നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങളുടെ ഊർജം. ആ പ്രകാശത്തിൻ്റെ ഊർജം യൂണിവേഴ്സിൽ നിൽക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് കോസ്മിക് എനർജി. മറ്റൊരു എനർജിയാണ് ഭൂമിയിൽ നിന്ന് വരുന്ന എനർജി. ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഭൂമിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്, അത് ഹാംഫുള്ളായിട്ടുള്ള, ഉപദ്രവകരമായിട്ടും നമുക്ക് ഉപയോഗകരമായിട്ടുള്ള വൈബ്രേഷൻസ്, റേഡിയേഷൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എർത്ത് എനർജി എന്ന് പറയുന്ന മറ്റൊരു എനർജി. മൂന്നാമത്തെ എനർജി ഗ്രൂപ്പിൽ പെടുന്നതാണ് നമ്മുടെ തോട്ട് എനർജി. നമ്മുടെ ചിന്തകൾക്ക് ഊർജമുണ്ട്. ചിന്തകൾ നമ്മളിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നു. ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും കുറച്ചും കൂടിയ സ്പീഡിലാണ് ചിന്തകൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ചിന്തകൾക്ക് എനർജി ഉണ്ട്. ചിന്തകൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ട് അതിൻ്റേതായ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നടക്കുന്നത്. പ്രാർത്ഥനയിൽ നല്ല ചിന്തകളും അതോടൊപ്പം നമ്മുടെ ശബ്ദവും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. നാലാമതാണ് ശബ്ദങ്ങൾ, നമ്മൾ ഉരുവിടുന്ന ശബ്ദങ്ങൾ. പല മതങ്ങളിൽ, പല ആചാരങ്ങളിൽ മന്ത്രങ്ങൾ എന്ന് പറയുന്നു. ആവർത്തിച്ച് ഉരുവിടുന്ന, മന്ത്രിക്കുന്ന ശബ്ദങ്ങൾ, അതാണ് മന്ത്രങ്ങൾ. അപ്പോൾ മന്ത്രവാദി എന്നൊക്കെ കേട്ടാൽ ആരും പേടിക്കണ്ട. മന്ത്രങ്ങൾ ഉരുവിടുന്നവനാണ് മന്ത്രവാദി. ഞാനും നിങ്ങളും എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വാക്കുകളെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെല്ലാം മന്ത്രങ്ങളാണ്. അതൊരു താളത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ താളവും അതിൻ്റെ വാക്കുകളുടെ ഘടനയും നിമിത്തം വാക്കുകളിൽ ഒരു ശക്തി വെളിപ്പെടുന്നു. അതിനെ ശബ്ദത്തിൻ്റെ തരംഗ ഊർജങ്ങളായിട്ട് ബന്ധപ്പെടുന്നു. 4. മറ്റൊന്നാണ് പെൻഡുലം. പെൻഡുലത്തിനെ കുറിച്ചുള്ള ക്വാളിറ്റികളിൽ പെൻഡുലം ഒരു ആംപ്ലിഫയർ പോലെ വർക്ക് ചെയ്യും. അത് എല്ലാ ശക്തികളെയും കമ്പൈൻ ചെയ്യാൻ, ഒരുമിപ്പിച്ച് എടുക്കുവാനും, മിക്സിംഗ് യൂണിറ്റ് പോലെ മിക്സ് ചെയ്യാൻ പെൻഡുലത്തിനൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ അതിനെ പല ഇരട്ടിയായിട്ട്, പല മടങ്ങ് വർദ്ധിപ്പിക്കുവാനും പെൻഡുലത്തിന് കഴിയും. കാരണം പെൻഡുലത്തിൻ്റെ സ്പിന്നിങ്, അതിൻ്റെ റൊട്ടേഷൻ മുഖേന ഈ എല്ലാ എനർജികളെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് 5 തരത്തിലുള്ള ഊർജമാക്കി മാറ്റുവാനായിട്ട് പെൻഡുലത്തിനുള്ള കഴിവുണ്ട്. ഇങ്ങനെ പെൻഡുലം തെറാപ്പിയിലേക്ക് വരുമ്പോൾ പ്രകാശത്തിൻ്റെ, ഭൂമിയുടെ, നമ്മുടെ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തി പറയുന്ന വാക്കുകളുടെ ഊർജം, പെൻഡുലത്തിൻ്റെ തനതായ ഊർജവും എല്ലാം കൂടിയിട്ടാണ് പെൻഡുലം ഹീലിങ്ങിൽ അതൊരു ടൂളായിട്ട്, ഉപകരണമായിട്ട് വർത്തിക്കുന്നത്. മറ്റൊന്ന് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്, ഇതെല്ലാം പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ തന്നെ യേശുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ പഠിക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിന് നമ്മൾ കണ്ടിട്ടില്ല, ദൈവത്തെ എല്ലാം നമ്മൾ സങ്കല്പിക്കാനേ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ജീസസ് ദ സ്പിരിച്വൽ ഹീലർ. യേശു ക്രിസ്തു ഒരു ആത്മീയ ശുശ്രൂഷകനായിരുന്നു. ഒരു രോഗ സൗഖ്യം നൽകിയ വ്യക്തി എന്ന രീതിയിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്തത് എങ്ങനെയാണെന്നെല്ലാം ഒരു സ്പിരിച്വൽ ഹീലിംഗ് പഠിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും അറിയാനായിട്ടൊരു താല്പര്യം ഉണ്ടാകും. നമ്മൾ ബൈബിളിൻ്റെ 2 ഭാഗങ്ങളിൽ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ, പുതിയ നിയമത്തിൽ മത്തായി അല്ലെങ്കിൽ മാത്യു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ 8-ാം അധ്യായത്തിൽ 16-17 സെൻറ്റൻസുകൾ എഴുതുന്നത് ജീസസ് ഹീൽ ദ സിക്ക്, രോഗിയായവരെ സൗഖ്യമാക്കി, കാസ്റ്റ് ഔട്ട് സ്പിരിറ്റ്സ്,
ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഈ ഭാഗം എഴുതി വയ്ക്കുക, പിന്നീട് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ഭാഗങ്ങളും വായിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് പറഞ്ഞു. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? ഏത് ഭാഗത്ത്? മാത്യു ചാപ്റ്റർ 8 16-17 വേർഡ്സ്. കിട്ടിയോ? വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. കണ്ടിരുന്നോ? ആ ഭാഗം കണ്ടോ? മാത്യു അത് പഴയ നിയമത്തിലെ ഒരു റിപ്പീറ്റേഷനെ കാണിക്കുന്നത് തന്നെയാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, പഴയ നിയമത്തിൽ യെശയ്യാവ് എന്ന് പറയുന്ന ഒരു ബുക്കിലെ കാര്യം തന്നെ ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നു. യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ. ഈവനിങ് ടൈമിൽ വൈകുന്നേരമായപ്പോൾ ഭൂതം പിടിച്ച, അതായത് ഈവിൾ സ്പിരിറ്റ്സ് പൊസസ് ചെയ്തിട്ടുള്ള വ്യക്തികളെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട്, അവിടെ യാതൊരു വിധത്തിലുള്ള ഉപകരണങ്ങളോ ചടങ്ങുകളോ ഒന്നും തന്നെ ഇല്ലാതെ വാക്കുകൊണ്ട്, ജസ്റ്റ് വാക്ക്, ശബ്ദം ഉപയോഗിച്ച്, വേർഡ് ഉപയോഗിച്ച് ദുരാത്മാക്കളെ പുറത്താക്കി. നമ്മൾ പല സംസ്കാരങ്ങളിലും പല വ്യക്തികളും എല്ലാം ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പല രീതിയിൽ കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ആ ഹീലിംഗ് എന്ന് പറയുന്നത് ഈവിൾ സ്പിരിറ്റ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് എൻറ്റിറ്റീസിനെ മാറ്റാൻ ഉപയോഗിച്ചത് ശബ്ദം മാത്രം, ഒറ്റ എനർജി, വാക്ക്, അദ്ദേഹത്തിൻ്റെ വാക്ക്. സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി, എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും ആശ്വാസം പകർന്നു. അപ്പോൾ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പെൻഡുലം ഹീലിംഗിൽ പറഞ്ഞു. ഒന്ന്, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ ചിന്ത. മറ്റൊന്ന് കോസ്മിക് എനർജി, മറ്റൊന്ന് ഭൂമിയുടെ എനർജി. ഇങ്ങനെയുള്ള എനർജികളുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളിൽ പറയുക എന്ന് മാത്രമാണ്. ശാന്തമാകുവാൻ പറഞ്ഞാൽ ശാന്തമാകുന്നു. ദുരാത്മാക്കളോട് വിട്ടുപോകുവാൻ പറഞ്ഞാൽ വിട്ടുപോകുന്നു. രോഗികളോട് സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. പക്ഷെ അത് പറയുവാൻ തക്കവണ്ണം യേശുക്രിസ്തു പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തുടർമാനമായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് പഠിച്ചു വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി, അദ്ദേഹത്തിൻ്റെ വിശുദ്ധി, ഇതെല്ലാം പഠിക്കുമ്പോഴാണ് ആ വാക്കിന് എങ്ങനെയാണ് ശക്തി വരുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആ വാക്കിന് നമ്മൾ പറയും, തൊണ്ടയിൽ നിന്ന് വരുന്ന, തൊണ്ടയ്ക്കൊരു സംസ്കൃതത്തിൽ വാക്കുണ്ട് വിശുദ്ധി ചക്ര. ഏറ്റവും വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നമ്മുടെ തൊണ്ട. തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദത്തിൽ എന്തുണ്ടായിരിക്കണം? സത്യമുണ്ടായിരിക്കണം, വഞ്ചന പാടില്ല, സ്വാർത്ഥത പാടില്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അപ്രകാരം വിശുദ്ധമായ ആ, നമ്മൾ അധരങ്ങൾ എന്ന് പറഞ്ഞാലും ആ ശബ്ദം ഉണ്ടാകുന്ന അധരത്തിലല്ല. ശബ്ദം ഉണ്ടാകുന്നത് നമ്മുടെ വോക്കൽ കോഡ് ഇരിക്കുന്നത് നമ്മുടെ ത്രോട്ടിലാണ്, ത്രോട്ട് ചക്ര. അതിന് വിശുദ്ധ ചക്ര എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്, വിശുദ്ധമായിരിക്കേണ്ട ഒന്ന്. അപ്പോൾ വിശുദ്ധമായ തൊണ്ടയിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ അതിൻ്റെ ശക്തിക്ക് വളരെയധികം
രോഗങ്ങളെ മാറ്റുവാനും അതുപോലെ തന്നെ ഈവിൾ സ്പിരിറ്റുകളെ മാറ്റുവാനുമുള്ള ശക്തി അതിലുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഈ ഭാഗം ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി പോകണം, ഇല്ലെങ്കിൽ ഒന്ന് എഴുതി പോകണം. മറ്റൊന്നാണ് മാർക്ക് അല്ലെങ്കിൽ മർക്കോസ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൻ്റെ 16-ാം ചാപ്റ്റർ 17-18 ഒന്നാർക്കെങ്കിലും എടുക്കാൻ പറ്റിയ വായിക്കാൻ പറ്റാമോ? മർക്കോസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ 16. കുറച്ച് ആമുഖമായിട്ട് ഇങ്ങനെ പോയാലാണ് ഒന്ന് നമ്മുടെ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. യെസ്, എല്ലാവർക്കും അത് കാണാൻ പറ്റിയോ? അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക. മർക്കോസ് എത്രയാണ്? മർക്കോസ്, മാർക്ക് ചാപ്റ്റർ 16 വേർഡ്സ് 17 and 18. Whoever believes and is baptized will be saved, but whoever does not believe will be condemned. And these signs will accompany those who believe. In my name they will cast out demons. They will speak in new tongues. എൻ്റെ മലയാളം പറയുകയാണെങ്കിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ മറ്റൊരു അവസരത്തിൽ തരാം. ഇവിടെ 17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രോഗസൗഖ്യം നടക്കുന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പും ധൈര്യവും വിശ്വാസവും വേണം. ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ രാത്രിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്കൊരു സങ്കോചമുണ്ടോ? കാരണം ഇപ്പോൾ രാത്രിയായി. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ രാത്രിയാണ്, 9:30 നിങ്ങൾക്കത് ചോദിച്ചാൽ പറയാനായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം അറിയാം. നിങ്ങൾ ഉറപ്പോടുകൂടി പറയും, സാറേ രാത്രിയാണ്, സമയം 9:30. ആ പറച്ചിലുള്ള ആ ഒരു ഉറപ്പുണ്ട്. ഏത് ഗ്രൗണ്ടിലാണ് നിങ്ങൾ ആ ഉറപ്പെടുക്കുന്നത്? നിങ്ങളുടെ യാഥാർത്ഥ്യ ബോധമാണ് നിങ്ങൾ അതിന് അനുവദിക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ US-ലിരിക്കുന്ന ഒരാൾക്ക് സാറേ ഇവിടെ രാത്രി 9 പറയാൻ പറ്റില്ല. അദ്ദേഹം ഇരിക്കുന്ന യാഥാർത്ഥ്യം മറ്റൊരു തലമാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വിശ്വാസം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ തലങ്ങളാണ്. എൻ്റെ വിശ്വാസമായിരിക്കണമെന്നില്ല നിങ്ങളുടെ വിശ്വാസങ്ങൾ. അത്രയും പറയാനാണ് ഞാനിത് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പും വിശ്വാസവും വേണം. അപ്പോഴാണ് നിങ്ങളുടെ ശബ്ദം ഒരു ഹീലിങ്ങിനായിട്ട് പരുവപ്പെടും. ഇതിൽ ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ റിച്വൽസ് ആയിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്നാനം എടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് നെഗറ്റീവ് എനർജികൾ പോകാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്നാനം എടുക്കേണ്ടത്? എൻ്റെ വോയിസ് എല്ലാവർക്കും കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മുടെ ശരീരത്തിൻ്റെ അഴുക്ക് കളയാൻ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശുദ്ധമായ ജലത്തിൽ സ്നാനമെടുക്കുന്നു. ചില സ്പിരിച്വൽ എനർജികൾ മാറിപ്പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയാവുന്നവർക്ക് പറയാം കേട്ടോ. ഇതൊരു മോണോലോഗല്ല, ഒരു ഡയലോഗായിട്ട് നമുക്ക് പോകാം. ഒരു ക്ലാസ് അല്ലേ, ചോദ്യങ്ങൾ ചോദിക്കുകയും ചിന്തിക്കുകയും മറുചോദ്യം ചോദിക്കുകയും ചെയ്ത് വേണം പോകാൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്നാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്നാനം പലതരത്തിലുള്ളതുണ്ട്. ഞാൻ ഒരു തരത്തിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്നാനമാണ് പറയുന്നത്. ശരീരത്തിൻ്റെ അഴുക്ക് കളയാൻ നമ്മൾ ജലസ്നാനം എടുക്കും. ഈ ജലസ്നാനം എടുക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ എനർജികൾ, നെഗറ്റീവ് എനർജികൾ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കല്ലുപ്പ്, സീ റോക്ക് സോൾട്ട് ഇട്ട് കുളിക്കാൻ പറയും. ഇല്ലെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ, ഏതെല്ലാം ഉപയോഗിക്കാം നമുക്ക്? പലതരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. ഹെർബ്സിനുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം അറിവുള്ളവരാണ്, അത് ഉപയോഗിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ മോഡേൺ വേൾഡിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നു. അഴുക്ക് കളയാനുള്ള, വെള്ളം മാത്രമല്ല നമ്മൾ കുളിച്ച് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്, സോപ്പ് ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മളിലുള്ള ഇമ്പ്യൂരിറ്റി കളയാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്നാനമുണ്ട്. നമ്മുടെ ശാരീരികമായ ശുദ്ധി, നമ്മൾ വിശുദ്ധി ചക്രത്തെക്കുറിച്ച്, ശബ്ദം ഉറവെടുക്കുന്ന അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുന്ന നമ്മുടെ തൊണ്ടയ്ക്ക് എന്തുമാത്രം വിശുദ്ധി വേണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, ഈ കാര്യങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ, ഇവിടെ സർപ്പം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഹിന്ദു സംസ്കാരങ്ങളിൽ സർപ്പം കാണുന്നത് പോലെയല്ല, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ സർപ്പത്തെ കാണുന്നത് നെഗറ്റിവിറ്റിയാണ്. അറ്റ്മോസ്റ്റ് നെഗറ്റിവിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സർപ്പം എന്നുള്ള രീതിയിലാണ്. ഹിന്ദുവിസത്തിൽ സർപ്പത്തെ കാണുന്നത് മറ്റു തലങ്ങളിലാണ്. ഇതൊക്കെ ഞാൻ ചില ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ അത്രയും നെഗറ്റിവിറ്റി ആയ വസ്തുക്കളെ കടന്ന് പിടിക്കുവാനുള്ള അധികാരവും ശക്തിയും വിശ്വാസമുള്ളവർക്കും ശാരീരികമായ ശുദ്ധി, സ്നാനത്താൽ പൂർണ്ണമായ ശാരീരികമായ വിശുദ്ധി പ്രാപിച്ചവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്. അതിനെക്കുറിച്ചുള്ള, സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് വരുന്നതിന് മുമ്പ്, സ്നാനം ശരീരത്തെ നിർമ്മലമാക്കുവാൻ, അഴുക്കുകളിൽ നിന്ന് മാറ്റുവാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ഒരു സ്നാനമുണ്ട്. സ്പിരിച്വൽ സ്നാനത്താലാണ് പരിപൂർണമായിട്ടുള്ള ശാരീരികമായ ആ ശുദ്ധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹീലർ ആകുവാനുള്ള, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. എന്താണ്? ഒന്ന്, വിശ്വാസം, പറയുന്ന കാര്യങ്ങളിൽ ഉള്ള ഉറപ്പ്, അതിലുള്ള ആധികാരികത, അതിന് അറിവ് വേണം, അത് പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ ബൈബിളിന് എടുത്ത് അത് പഠിക്കാനായിട്ട് പറയുന്നത്. രണ്ട്, രോഗികളുടെ മേൽ കൈവച്ചാൽ, അല്ലെങ്കിൽ രോഗികളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂത ആത്മാവിനോട്, ഈവിൾ സ്പിരിറ്റ്സിനോട് പറഞ്ഞാൽ അതനുസരിക്കണം, വിട്ടുപോകണം എന്ന് പറയുമ്പോൾ, വിട്ടുപോകണമെങ്കിൽ ആ വ്യക്തിയുടെ ശബ്ദം നിർമ്മലമായിരിക്കണം, ആ വ്യക്തി വിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നത്. സ്നാനത്തിൻ്റെ ആത്മീയ തലങ്ങളിലേക്കൊക്കെ നമുക്ക് സാവധാനം കടന്നു വരാം. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹീലർ ആകുവാനായിട്ട് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ, ബൈബിൾ പരമായിട്ടുള്ളത് വിശ്വാസവും ശാരീരികമായ ആത്മീയമായ വിശുദ്ധിയുമാണ്. അപ്പോൾ അവർക്ക് ഇത് ഇപ്രകാരമുള്ള രോഗങ്ങളുടെ മേലും
ഭൂതങ്ങളുടെ മേലും സർപ്പങ്ങളുടെ മേലും അധികാരം ലഭിക്കുന്നു. അതിന് മുകളിൽ ഉള്ള ആ ശക്തികൾക്ക് മുകളിൽ ഒരു ശക്തി ലഭിക്കുന്നു. വീണ്ടും നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് വരാം. ജെയിംസ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. ജെയിംസ്, മലയാളത്തിൽ യാക്കോബ് എന്നായിരിക്കും. നിങ്ങളുടെ ഇംഗ്ലീഷും മലയാളമുള്ള ബൈബിളാണോ അതോ മലയാളം മാത്രമാണെങ്കിൽ അത് യാക്കോബായിരിക്കും. യാക്കോബിൻ്റെ 5, 14, 15 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ജെയിംസ് 5, 14 and 15. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. താങ്ക് യു. ഞാൻ ഇംഗ്ലീഷ് അത് വായിച്ചു പോകാം. ഈസ് എനിവൺ എമംഗ് യു സിക്ക്? അതൊരു ചോദ്യമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമുണ്ടോ? ലെറ്റ് ഹിം കോൾ ഫോർ ദ എൽഡേഴ്സ് ഓഫ് ദ ചർച്ച്. ഇവിടെ ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘം എന്നുള്ള മീനിങ്ങിൽ എടുക്കണം. ആ സംഘത്തിലുള്ള എൽഡേഴ്സ്, മൂപ്പന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്നുള്ള രീതിയാണ്. അവർ വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആൻഡ് ലെറ്റ് ദം പ്രേ ഓവർ ഹിം, അനോയിന്റിങ് ഹിം വിത്ത് ഓയിൽ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ഇവിടെ എസൻഷ്യൽ ഓയിലുകളെ കുറിച്ചുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലുണ്ട്. ഏത് തരത്തിലുള്ളതെന്ന് പറയുന്നില്ല. അനോയിന്റിങ് ഹിം വിത്ത് ഓയിൽ ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിൽ നാച്ചുറൽ ഓയിൽ, പ്രകൃതി ജന്യമായ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എസൻഷ്യൽ ഓയിൽ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നാണ്. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ നാമം, മറ്റൊന്നൊരു ഉപകരണമായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നു. അത് ആൻഡ് ദ പ്രെയർ ഓഫ് ഫെയ്ത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു വിശ്വാസം, ഇതിൻ്റെ എല്ലാം ബേസ് ആയിട്ട് നിൽക്കുന്ന വിശ്വാസം. ആൻഡ് ദ പ്രെയർ ഓഫ് ഫെയ്ത്ത് വിൽ സേവ് വൺ ഹൂ ഇസ് സിക്ക്. രോഗിയായി കിടക്കുന്ന ഒരുവനെ രക്ഷിക്കാൻ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ ശബ്ദങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അവൻ ശബ്ദമയച്ച് സൗഖ്യമാക്കുന്നു. ഈ സെൻഡ് ദ വേർഡ് ആൻഡ് ഹീൽ. യേശുക്രിസ്തു ചെയ്തത് പറഞ്ഞു, അവൻ പറഞ്ഞു ഭൂതങ്ങൾ വിട്ടുപോകുവാൻ. ഇവിടെ പ്രെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വേർഡ്സ്, കുറേ വാക്കുകൾ. എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ പെൻഡുലം കമാൻഡ്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് എന്നെല്ലാം നമുക്ക് പല രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന വ്യക്തിയല്ല എഴുന്നേൽപ്പിക്കുന്നത്, രോഗം മാറ്റുന്നത്. ആൻഡ് ദ ലോർഡ് വിൽ റൈസ് ഹിം. ദൈവമാണ് ആ വ്യക്തിയെ രോഗ സൗഖ്യനാക്കുന്നത്. അപ്പോൾ മൂപ്പനെ വരുത്തി എണ്ണ പൂശി, എണ്ണ ഉപയോഗിച്ചു, വാക്കുകൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അവനെ സൗഖ്യമാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആ മൂപ്പനല്ല രോഗിയെ സൗഖ്യമാക്കുന്നത്. ഇനി അവൻ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ, നമ്മൾ പാപത്തിൻ്റെ കർമ്മഫലങ്ങൾ, കാർമിക് ഡെപ്റ്റ്, ഇതെല്ലാം കുറിച്ച് വളരെയധികം നമ്മൾ അറിവുള്ളവരാണ്. ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ പാപമായിട്ട് വരുമ്പോൾ
പാപസംബന്ധമായിട്ട് രോഗാവസ്ഥയിലേക്ക്, കർമ്മഫലങ്ങളുടെ ആ കർമ്മദോഷങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കുന്നതാണ്. അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടും. അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുന്നത് ഒരു മോഡലായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ആത്മീയ ശുശ്രൂഷകർ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലേഴ്സ് ചെയ്യേണ്ട ഒരു രഹസ്യമുണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്. ഈ പാപ കടങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ പാപങ്ങൾ അന്യോന്യം ഏറ്റുപറഞ്ഞ് ശുദ്ധിയുള്ളവരാകുക. അതിനുശേഷം പറയുന്ന ഒന്നാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ വിശുദ്ധ ചക്രം, നിങ്ങളുടെ ത്രോട്ട് വിശുദ്ധമായിരിക്കുകയും സ്നാനത്താൽ നിങ്ങൾ ശാരീരിക വിശുദ്ധി പ്രാപിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേരാണ് റൈച്ചസ് മാൻ, നീതിമാൻ, നീതീകരിക്കപ്പെട്ടവൻ. നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ ഹീലറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ നീതി ഉണ്ടായിരിക്കണം, നീതിമാനായിരിക്കണം. ആ നീതിയിൽ നിലനിൽക്കാനായിട്ട് കഴിയണം, അതിന് പരിശ്രമിക്കണം. അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന എസൻഷ്യൽ ഓയിലുകൾ, പ്രാർത്ഥനകൾ, വിശുദ്ധി, പാപകടം മാറുവാൻ അല്ലെങ്കിൽ കാർമിക് ഡെപ്റ്റ് പോകുവാനായിട്ട് നിങ്ങൾ ചെയ്ത കുറവുകൾ പരസ്പരം ഏറ്റുപറഞ്ഞ് ഒരുത്തൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്രകാരം നീതിമാനാകുകയും നീതിമാനായവൻ പറയുമ്പോൾ അത് സംഭവിക്കുകയും ചെയ്യും. ഒരു സ്പിരിച്വൽ ഹീലറിൻ്റെ ഒരു ചെറിയ ബൈബിൾ ബേസ്ഡ് സ്പിരിച്വൽ ഹീലറിൻ്റെ ഒരു ചെറിയ രൂപം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? എന്താണ്? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഇന്ന് കാണുന്ന മതങ്ങളെ ഒന്നും നോക്കണ്ട. ബൈബിൾ ബേസ്ഡ് ആയിട്ട് ഒരു വ്യക്തി സ്പിരിച്വൽ ഹീലർ ആവാനായിട്ട് എളുപ്പം സാധിക്കും. അതിന് മതം മാറേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ എന്ത് വേണം? നിങ്ങളിൽ സത്യം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. എൻ്റെ പെൻഡുലം ഹീലിംഗ് പഠിക്കുന്നവർക്കെല്ലാം അറിയാം, പല ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവർക്ക് അറിയാം. നിങ്ങളുടെ വാക്കുകളിൽ എന്തുണ്ടാവണം? സത്യം ഉണ്ടാവണം. നിങ്ങളുടെ ചിന്തകളിൽ സത്യം ഉണ്ടാകണം. നിങ്ങളുടെ സെൽഫിഷ് പാടില്ല, സ്വാർത്ഥതകൾ പാടില്ല. അതൊക്കെ തന്നെയാണ് ബൈബിൾ ബേസിലും വരുമ്പോഴുള്ളത്. മറ്റൊന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹീലിംഗ്. രോഗസൗഖ്യത്തില് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻസില് ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി ഒരു വ്യക്തിയെ റെസ്റ്റോർ ചെയ്യാനായിട്ട് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു ആത്മാവിൻ്റെ റോള്, ഒരു ഭാഗമുണ്ട്. അതും കൂടി നമുക്ക് മനസ്സിലാക്കി പോവാം. നമ്മൾ തേർഡ് ഐ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഉൾക്കണ്ണ്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ റെവലേഷൻസ് എന്ന് പല ഭാഷകളിൽ, പല വാക്കുകളിൽ, പല സംസ്കാരങ്ങളിൽ, പല മതങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. വെളിപ്പെടുക, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തരിക, ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റെവലേഷൻസ്, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഇതെല്ലാം ലഭിക്കുന്നത് നമ്മൾ തേർഡ് ഐയിലാണ്. നമ്മൾ ഫിസിക്കലി അതിനെ പഠിക്കാൻ വേണ്ടി പറയും. നമ്മുടെ ഓർമ്മയിലല്ല, ബോധമനസ്സിലല്ല, അബോധ മനസ്സിലുകളിലല്ല ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നു, ഒരു തോന്നലായിട്ട് വർക്ക് ചെയ്യുന്നു എന്നെല്ലാം പല രീതിയിൽ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ഹോളി സ്പിരിറ്റിൻ്റെ പങ്ക്, അത് വെളിപ്പെടുത്തുന്നത് ഒരു രോഗത്തിൻ്റെ മൂല കാരണങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നതെല്ലാം
ഹോളി സ്പിരിറ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹോളി സ്പിരിറ്റിനെ പറയുന്നത് ഹയർ കോൺഷ്യസ് എന്ന രീതിയിലും ഉയർന്ന അവബോധം എന്ന രീതിയിലും അല്ലെങ്കിൽ പ്രപഞ്ച ആത്മാവ് എന്നെല്ലാ രീതിയിലും പല രീതിയിലെല്ലാം ഇതിനെ പരിചയപ്പെടുത്തി പോകുന്നുണ്ട്. ബൈബിളിൽ അത് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധമായ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്ന രീതിയിലാണ്. അതിൻ്റെ റോളെന്ന് പറയുന്നത് നമുക്ക് മറിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരിക, റിവീലാക്കുക, ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെ പല രീതിയിലുള്ള സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുവാൻ എല്ലാം കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു എനർജി സോഴ്സ്. അതിനെ അറിയപ്പെടുന്നതാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ബൈബിളിലെ വാക്കുകളിലെ ശക്തിയെ കൂടുതലായിട്ട് ശാക്തീകരിക്കുകയും അത് ബൈബിളിൻ്റെ വാക്കുകളോടൊപ്പം തന്നെ ചേർന്ന് ചലിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കുമ്പോൾ നിങ്ങളൊരു ബൈബിൾ ആവശ്യമാണ് എന്ന് പറയുന്നത്. കാരണം ബൈബിളിലെ വാക്കുകളിലെ ശക്തി ഹോളി സ്പിരിറ്റിൽ ആയിരിക്കുന്നു. സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ സ്കൂളിൽ ചോദിക്കുക, അതാ എനിക്കിപ്പോൾ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അത് മറ്റൊരു വാക്കിലാണ് അതിനെ പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനിൽ എഴുതിയ വാക്കുകളായതുകൊണ്ട് ഈ വാക്കുകളുടെ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഹോളി സ്പിരിറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഓഥർ, ഒരു എഴുത്തുകാരന് മാത്രമാണ് ആ പുസ്തകത്തെ ഏറ്റവും കൂടുതലായിട്ട് പഠിപ്പിച്ചു തരാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ, വെളിപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ബൈബിളിൻ്റെ ഓഥർഷിപ്പ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. കാരണം ഇത് എഴുതിയിട്ടുള്ളത്, ആ ഇൻറ്റ്യൂഷൻസ് നൽകപ്പെട്ടത്, ആ വേർഡ്സ് നൽകപ്പെട്ടത് എല്ലാം ഹോളി സ്പിരിറ്റിലായതുകൊണ്ട് ആ വാക്കുകൾക്ക് കൂടുതൽ ശക്തി കൊടുക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. അപ്പോൾ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ എനർജിയാണ്. ഇനി നമുക്ക് വീണ്ടും വരാം, എന്തുകൊണ്ടാണ് വൈ പെൻഡുലം ആസ് എ ബിബ്ലിക്കൽ ടൂൾ എന്ന് പറയുന്നത്. ഞാനത് പെൻഡുലം ഒരു ബിബ്ലിക്കൽ ടൂൾ എന്ന് പറയാനായിട്ട് കാണിക്കുന്ന ആ ധൈര്യം, പഴയ നിയമത്തിൽ മോസസ് അല്ലെങ്കിൽ മോശ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. എന്തിനും ഏതിനും വേണ്ടിയിട്ട് ഒരു അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് വടി പല കാര്യങ്ങളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ ആർക്ക് ഓഫ് ദി കവനന്റ് എന്ന് പറയുന്ന ഒരു പേടകം, അതിന് പുതിയ നിയമത്തിൽ കർച്ചീഫ് ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം ബൈബിളിൽ ധാരാളം സിംബോളിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പെൻഡുലം ഉപയോഗിക്കുന്നതിന് യാതൊരു ദൈവികമായ തടസ്സങ്ങളില്ല. മനുഷ്യരാൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ധാരാളം നിയമാവലികൾ കാണാം. അതെല്ലാം അതിൻ്റേതായ രീതിയിൽ കണക്കാക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത് പോലെ അത് ദൈവികമല്ല, അത് പൈശാചികമാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇന്നത്തെ ജനത ചിരിച്ച് അതിനെ തള്ളും എന്ന് പറയുന്നത് പോലെയാണ് വരും കാലത്ത് പെൻഡുലം ദൈവികമല്ല എന്ന് പറഞ്ഞാൽ ചിരിച്ച് തള്ളയെന്ന് അത്രയേ ഉള്ളൂ. അത് വളരെ നല്ല ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ തന്നെ അവേക്കൻ ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങളിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം. ഈ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചാൽ ഡ്രൈവ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ആരാണ്? നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചു, അതിനുശേഷം
നിങ്ങൾ വാഹനം എടുക്കുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു, എത്തേണ്ട സ്ഥലം എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഓർക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഫോൺ കോളുകൾ വരുന്നു, പല കാര്യങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഗിയറുകൾ മാറ്റി, ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ സ്ഥാനത്ത് എത്തുന്നു. അത് ചെയ്യുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അല്ല. അതിനെ ഏകദേശം ഒരു 90% കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കഴിവുകൊണ്ടാണ് ചില ഞാൻ മദ്യപിച്ചാലും വെള്ളം അടിച്ചാലും ഞാൻ വണ്ടിയിൽ കയറിയാൽ സുരക്ഷിതനായിട്ട് ഞാൻ വണ്ടി ഓടിച്ചെത്തും, എനിക്ക് ഭയങ്കര അതിൽ കഴിവാണ്, വണ്ടി ഓടിക്കണതിൽ എനിക്ക് ഭയങ്കര കഴിവാണ്, ഞാൻ എത്ര മദ്യപിച്ചാലും ഞാൻ വണ്ടി ഓടിക്കും, ശരിയായിരിക്കാം, വണ്ടി അപകടമില്ലാതെ എത്തുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ കോൺഷ്യസ് വെള്ളം അടിക്കാത്തപ്പോഴും നിങ്ങളുടെ വണ്ടി ഓടിച്ചത് സബ് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ചില സിഗ്നലുകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് പെട്ടെന്ന് നിങ്ങളുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അബോധാവസ്ഥയിൽ കോൺഷ്യസ് മൈൻഡ് ആബ്സെൻ്റ് ആയിരിക്കുകയും സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുകയും ചെയ്തു പോകുമ്പോൾ പെട്ടെന്നൊരു സിഗ്നൽ കാണുകയോ ഒരാൾ വട്ടം ചാടുകയോ ചെയ്താൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് കാലതാമസം വരും, അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറയുന്നത്. കാരണം കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മാറുവാനായിട്ട് മദ്യപിച്ചൊരു വ്യക്തിക്ക് കാലതാമസം എടുക്കും, ഒരുപക്ഷെ സാധിക്കുകയില്ല. പക്ഷെ വാഹനം ഓടിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിവുള്ളത് കൊണ്ട് അത് ഓടിച്ചു പോകും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ, പല്ല് തേക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പല്ല് തേക്കുന്നത് നിങ്ങൾ അറിയില്ല, ഷേവ് ചെയ്യുന്നത് അറിയില്ല, എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പോകും. അതേ സമയത്ത് നിങ്ങൾ ഡോമിനൻ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾ ആ റൈറ്റ് ഹാൻഡ് മാറ്റി ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഷേവ് ചെയ്യാനും പല്ല് തേക്കാനൊന്നും ശ്രമിക്കുക. അപ്പോൾ അവിടെ സബ് കോൺഷ്യസ് ഒരിക്കലും ആക്റ്റീവ് ആവില്ല, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് തന്നെ ആക്റ്റീവായിട്ട് ആ കാര്യം ചെയ്തു തീർക്കേണ്ടി വരും. അതിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാണാം. അതുകൊണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില എക്സസൈസുകളാണ്. നിങ്ങൾ ഇടത് കൈ കൊണ്ട് ആൽഫബറ്റ്സ് എഴുതുക, ഇടത് കൈ കൊണ്ട് പടം വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബ്രെയിൻ സെൽസ് കൂടുതൽ ആക്റ്റീവ് ആകുവാനും ആ ഒരു ഓട്ടോമേഷനിൽ നിന്ന് മാറാൻ, ഒരു യാന്ത്രിക അവസ്ഥയിൽ നിന്ന് മാറാനൊക്കെ ഇടയായിത്തീരും. അത് ബ്രെയിനോടുള്ള ബന്ധത്തിൽ. പെൻഡുലം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് സബ് കോൺഷ്യസ് മൈൻഡും മൈൻഡിൻ്റെ മറ്റ് പല തലങ്ങൾ, സൂപ്പർ കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡ് തുടങ്ങിയ മനസ്സിൻ്റെ മറ്റ് തലങ്ങളുടെ ഇൻവോൾവ്മെൻറ്റുകളും അതിലേക്ക് വരും. അത് നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാം. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും പഠിച്ചു പോകാം. മറ്റൊന്ന്, നമ്മൾ ചാപ്റ്റർ 1 നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. 1-2 കാര്യങ്ങളും പറഞ്ഞിട്ട് ചില വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കുക. ഒന്ന് പ്രോവേർബ്സ് എന്ന് പറയും. നമ്മൾ സങ്കീർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അധ്യായങ്ങൾ കുറേ ഉണ്ട്, വായിക്കാൻ വളരെ രസകരമാണ്. നല്ല ഉപദേശങ്ങളൊക്കെ, വളരെ ചിന്തിക്കാൻ പറ്റുന്ന നല്ല ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം സെൻറ്റൻസ് വായിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോവേർബ്സ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിന്ദിച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. യെസ്, ഇതിൽ നമ്മൾ പറയുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. അത് വിത്ത് ഹോൾ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാർട്ടിനെ ഹാർട്ട് ചക്ര എന്ന് പറയും, അനാഹത എന്ന് പറയും. ചക്രകളെ കുറിച്ചുള്ള പഠിക്കലൊക്കെ നമുക്ക് സാവധാനം വരാം. ഇമോഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓരോ ഇമോഷൻസിനും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇമോഷൻസ് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ഇമോഷൻ, ആളുകൾ കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നതും ഏറ്റവും ഇന്ന് ക്രിമിനൽ ഒഫൻസായിട്ട് വരുന്നത് ഷെയിം, ഗിൽറ്റ്. ഒരാളെ കളിയാക്കുക, കുറ്റം പറയുക, മീഡിയയിൽ പോലും സോഷ്യൽ മീഡിയയിലെല്ലാം അനാവശ്യമായിട്ട് കളിയാക്കിയാൽ ഇന്ന് അത് ക്രിമിനൽ കേസിലേക്ക് വരുന്നതിന് കാരണം
ഷെയിം എന്ന് പറയുന്ന ആ ഇമോഷൻസിൻ്റെ ഡിസ്ട്രക്ഷൻ ആണ്. അതിൻ്റെ ശക്തി 20 ഹെർട്സ് ആണ്. ഷെയിമിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത് ഏറ്റവും പരിതാപകരവും കുറ്റകൃത്യവുമാണ്. ഒരു വ്യക്തിയും നാണക്കേടിലേക്ക് പോകാൻ പാടില്ല. കാരണം അതിൻ്റെ ഡിഗ്രി 20 ഹെർട്സിലാണ് അതിനെ മെഷർ ചെയ്തിട്ടുള്ളത്. ഗിൽറ്റ് എന്ന് പറയുന്നത്, കുറ്റബോധം എന്ന് പറയുന്നത് 30 ഹെർട്സിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദേഷ്യം 100, 125, ഗ്രീഫ്, ദുഃഖം 200 ഡിഗ്രിയിൽ എത്തുന്നത് കറേജാണ്. ധൈര്യവാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഊർജം 200-ലെത്തുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 200-ന് എത്രയോ താഴെയാണ് 20-ൽ ഷെയിം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. മറ്റൊന്നാണ് അക്സെപ്റ്റൻസ്, സ്വീകരിക്കുക എന്നുള്ളത്. സ്വീകരിക്കുമ്പോൾ വരുന്നത് 350 എന്നാൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും ഒരു ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഊർജം, ഇമോഷൻ എന്ന് പറയുന്നത് 250. സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് 450, അതിൻ്റെ ഫ്രീക്വൻസി, ഇമോഷൻസ് എനർജി ഫ്രീക്വൻസി മെഷർ ചെയ്തിട്ടുള്ളത് 450, 500. അതുകൊണ്ടാണ് സ്നേഹിക്കാൻ പറയുന്നത്. എല്ലാ ഊർജത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നതായിട്ട് സ്നേഹം നിൽക്കുന്നു. സങ്കടത്തിനും ദുഃഖത്തിനും ദേഷ്യത്തിനും നാണത്തിനും എല്ലാം മേളിൽ ഉപരിയായിട്ട് നിൽക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒന്നാണ് സമാധാനം, പീസ്. 500-ന് മുകളിൽ, 500, 550-ലൊക്കെ നിൽക്കുന്ന ഒരു എനർജി ഫ്രീക്വൻസിയാണ്. മറ്റൊരു ഫ്രീക്വൻസിയാണ് അതിന് മുകളിൽ പോകുന്ന എൻലൈറ്റ്മെൻറ്റ്, റെവലേഷൻ, കൂടുതലായിട്ട് സ്പിരിച്വൽ വെളിപാടുകളും ദർശനങ്ങളും കണ്ടുപോകുന്ന, ശ്രീബുദ്ധനൊക്കെ കിട്ടിയ ജ്ഞാനം കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് 700-ന് മേളിലാണ്. അതിലേക്ക് പോയാൽ പിന്നെ താഴത്തുള്ളതിലേക്ക് ഒന്നും തന്നെ താല്പര്യം കാണുകയില്ല. അപ്പോൾ മനുഷ്യന് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഊർജം എന്ന് പറയുന്നത് പീസാണ്, സമാധാനമാണ്. കുടുംബ പ്രശ്നങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലെല്ലാം പറയുന്ന ഒന്നുണ്ട്, വീട്ടിൽ വന്നാൽ സമാധാനമില്ല, അല്ലെങ്കിൽ വീട്ടിൽ കയറിയാൽ സമാധാനക്കുറവാണ്. അങ്ങനെയുള്ള വീട്ടിൽ നിൽക്കാൻ അവർ നിൽക്കുകയില്ല. അതിന് പകരം സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങളായ ബാറ്, മദ്യപിക്കുക, കൂട്ടുകാരുടെ കറങ്ങി നടക്കുക, ഇല്ലെങ്കിൽ പ്രേമബന്ധത്തിൽ അകപ്പെടുകയും ഒളിച്ചോടി പോവുകയും വീട് വിട്ടു പോകുവാനും എല്ലാം ഇടയാവും. കാരണം വീട്ടിൽ വന്നാൽ എന്താണ്, ഗിൽറ്റ് കൊടുക്കും, ഷെയിം കൊടുക്കും, ഗിൽറ്റ് കൊടുക്കും. ഏറ്റവും താഴ്ന്ന ഊർജങ്ങൾ കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന ഒരു വ്യക്തിക്ക് അതിലേക്ക് താഴ്ന്നു വരാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് മതങ്ങൾ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒന്ന്, ഗിൽറ്റ് കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഗിൽറ്റ്, നീ പാപിയാണ്, അല്ലെങ്കിൽ നീ ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോകും എന്നെല്ലാം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഡിസ്ട്രക്റ്റീവ് എനർജി കൊടുക്കുന്നതാണ്. അതേ സമയത്ത് സ്നേഹം കൊടുക്കുക, സമാധാനം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന തരത്തിലാണ്. ക്രിസ്തു ആസ് എ സ്പിരിച്വൽ ഹീലർ ഒരിക്കലും ആരെയും കുറ്റം വിധിച്ചിട്ടില്ല. നീ നരകത്തിൽ പോകുമെന്നോ നീ പാവിയായി പോയി എന്നോ ഇതൊന്നും പറയാതെ സ്നേഹമാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ സമാധാനം. വളരെ ചങ്കൂറ്റത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ്, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്ന് പലരും സമാധാനത്തിൻ്റെ ഫ്രീക്വൻസി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എനർജി സ്കെയിൽ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല വേർഷൻസ് കിട്ടും. ഇമോഷൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് അടിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പല റിസർച്ചുകളും പല സൈക്കോളജിസ്റ്റുകളൊക്കെ സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്ത് ഇപ്പോഴും ഒരു ഡിബേറ്റിലാണ്. അതിനെക്കുറിച്ചുള്ള ഫൈനൽ മെഷർ ചെയ്യാൻ സാധിക്കാത്തത്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും റിസർച്ചുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് തന്നിരുന്നാലും നമുക്കറിയാം, അമിതമായ നമ്മൾ ഷെയിമിൽ പോയാൽ, നമ്മൾ നിന്ന ഭൂമിയിൽ നിന്ന് നമ്മൾ താഴ്ന്നു പോയാൽ മതി. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ ഷെയിമിൻ്റെ അതിതീവ്രമായ, അല്ലെങ്കിൽ ആ ഷെയിമിലാണ് പലരും പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നത്. അമിതമായ കുറ്റബോധം കൊടുക്കുന്നത്, ഗിൽറ്റ് കൊടുക്കുന്നതും വളരെ കുറ്റകരമായ ഒന്നാണ്. നരകത്തെ കാണിക്കുന്നതും. യാഥാർത്ഥ്യങ്ങൾ പറയാം, പക്ഷേ അത് കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഭയപ്പെടുത്തിക്കൊണ്ട് വളരെ ഭയചകിതനാക്കി ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. ആ ചെയ്യുന്ന ഒന്നാണ് ഇൻഷുറൻസ്.
ഇൻഷുറൻസ് പറയുന്നത് തന്നെ നിങ്ങൾ മരിച്ചു പോയാൽ ഭാര്യയും മക്കളും എന്തായി തീരും എന്നുള്ള ചോദ്യത്തിൽ ഭയമാണ് കൊടുക്കുന്നത്. ആ ഭയത്തിൽ കൂടെ നടത്തുന്ന ഒന്നാണ്. നിങ്ങൾ നല്ല സമാധാനത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നതും ഭയത്തിൽ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഭയം എന്നൊരു കച്ചവടച്ചരക്കാണ്, ഷെയിം എന്നൊരു കച്ചവടച്ചരക്കാണ്. ലോ ഫ്രീക്വൻസികളെല്ലാം തന്നെ ഒരു കച്ചവടച്ചരക്കായിട്ട് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം കൊടുക്കുവാൻ, സ്നേഹം കൊടുക്കുവാനായിട്ടാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ബൈബിൾ ബേസ്ഡ് സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ മതമല്ല വിൽക്കുന്നത്, അതിന് ഉപരിയായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളുടെ പഠനങ്ങളും ആ സ്വഭാവങ്ങളും ആ സ്നേഹവും ആ എനർജിയും നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് കൊടുക്കുകയും വേണം. അപ്പോഴാണ് വ്യക്തികളിൽ രൂപാന്തരണം വരുന്നത്, അവരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നതും രോഗങ്ങൾ മാറുന്നതും അവരടിമത്തങ്ങളിൽ നിന്ന്, ബോണ്ടേജുകളിൽ നിന്നെല്ലാം മാറുന്നത് അങ്ങനെയാണ്. മറ്റൊന്നുകൂടി വായിക്കാം. കൊറിന്ത്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ 1, 2 എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് കൊറിന്ത്യൻസിൻ്റെ 12-ാം അധ്യായം 7 to 9 ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് കൊറിന്ത്യൻസ് 1 കൊറിന്ത്യൻസ് എന്നായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ 12-ാം അധ്യായം 7 മുതൽ 9 വരെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം നൽകും. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുമ്പോൾ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ആശയം മനസ്സിലായോ? നമ്മൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഹോളി സ്പിരിറ്റ് നൽകുന്ന ഗിഫ്റ്റുകൾ ഓരോ വ്യക്തികളിലും അത് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും പ്രാപിക്കുന്ന ഒരേ ഉറവിടത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരാളിൽ നിന്ന് തന്നെയാണെങ്കിൽ പോലും നമ്മളിൽ ഓരോ വ്യക്തികളിൽ പ്രതിഫലിക്കപ്പെടുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതിലൊന്ന് ജ്ഞാനം ലഭിക്കുന്നു, വിസ്ഡം. മറ്റൊരുവന് വാക്കുകൾ, വചനങ്ങൾ കിട്ടുന്നു. മറ്റൊരുവന് പരിജ്ഞാനം, മറ്റൊരുവന് വിശ്വാസം, ഫെയ്ത്ത്. എന്നാൽ വേറൊരുവന് കിട്ടുന്നത് രോഗങ്ങളുടെ മേലുള്ള ശാന്തി, രോഗശാന്തികളുടെ ഗിഫ്റ്റ്. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. മറ്റൊരുവൻ പ്രൊഫസി, പ്രവചനം, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, പ്രവചിക്കുക. വേറെ ഒരാൾക്ക് പലതരത്തിലുള്ള ഭാഷകളെക്കുറിച്ചുള്ള അറിവ്, പല ഭാഷകൾ ഗ്രഹിക്കാനും പറയുവാനും കഴിയുന്നുള്ള കഴിവുകൾ. ഇത് ലഭിക്കുന്നത് നമ്മുടെ ആഗ്രഹം പോലെയല്ല, നൽകുന്നവരുടെ ആഗ്രഹം പ്രകാരം പല വ്യക്തികളിൽ പലതരത്തിലുള്ള സ്പിരിച്വൽ ഹീലിംഗ് കഴിവുകൾ, ഗിഫ്റ്റുകൾ നൽകപ്പെടും. അതെല്ലാം നൽകുന്നത് ഒരേ ഹീബ്രു എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നമുക്ക് അതും കൂടിയും വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ നോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഇന്ന് പഠിച്ച നോട്ട് നിങ്ങൾക്ക് വായിക്കാനും അതിൽ ചില അഫർമേഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്.
അതിൻ്റെ എവിടെയാണ് എഴുതിയിട്ടെന്നുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുക. സംശയങ്ങൾ നിങ്ങൾ എഴുതുക, ചോദിക്കുക. ഹീബ്രു 4-ാം അധ്യായം 12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സദ്യമഞ്ചകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. താങ്ക് യു വെരി മച്ച്. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ വേർഡ്, ശബ്ദം നമ്മുടെ ചിന്തകളെ അത് അറിയുന്നു അല്ലെങ്കിൽ ഡിസേൺ ചെയ്യുന്നു, അതിനെ വിവേചിക്കുന്നു. നമ്മുടെ ഇൻറ്റൻഷൻസിനുകളെ, നമ്മുടെ നിരൂപണങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നിരൂപണങ്ങളെ, ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളെയും തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമമായ സത്യം. ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, യാതൊരു വിധത്തിലുള്ള കപട ലക്ഷ്യങ്ങളുമില്ലാതെ, നിർവ്യാജ്യമായിട്ട്, യാതൊരു കളങ്കവുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുക മാത്രം ചെയ്താൽ ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി നിങ്ങൾ ഒരു പരിശ്രമവും വേണ്ട. നിങ്ങളിത് ആഗ്രഹിച്ചാൽ മാത്രം മതി. സത്യവാനായ ദൈവം, പ്രകാശത്തിൽ വസിക്കുന്ന, നീതിയിലുള്ള, യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുമില്ലാത്ത പരിപൂർണനായ ശക്തിയുടെ ഉറവിടം എന്ന് സങ്കല്പം, അത് നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു വ്യാജഭാവമില്ലാതെ, കാരണം നിങ്ങളുടെ എല്ലാ ചിന്തകളെയും എല്ലാ ഭാവങ്ങളെയും മനസ്സിലാക്കുകയും അതിനെ വിവേചിച്ചറിയുകയും ചെയ്യുവാൻ പ്രാപ്തനായ ഒരു ശക്തിയാണ്. അപ്പോൾ ഇതിനെ തിരിച്ചറിയണം എന്നുള്ള ആഗ്രഹം മതി. ആ ഒരു നിങ്ങളുടെ വിശ്വാസം, എനിക്കിത് തിരിച്ചറിയാൻ സാധിക്കും, ആ ആഗ്രഹത്തിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ച് തുടങ്ങും. നിങ്ങൾക്ക് പല ചിന്തകൾ കാണാം, പലതിനെ നമുക്ക് പഠിക്കാം, അതിനെ ഡിസ്കസ് ചെയ്യാം. കാണുന്നത് എല്ലാം സത്യമാണോ എന്നുള്ളത് പരിശോധിക്കണം. എൻ്റെ ക്ലാസ് പഠിക്കുമ്പോൾ പറയുന്നത് സത്യമായതിൽ മാത്രം നിലനിൽക്കണം, അല്ലാത്തതിന് ഇവിടെ സ്ഥാനമില്ല. വിശുദ്ധമായത് മാത്രം നിലനിൽക്കണം, അശുദ്ധമായ യാതൊന്നിനും സ്ഥാനമില്ല എന്നുള്ള പല നമ്മുടെ പെൻഡിലം കമാൻഡുകളോടും ചേർത്ത് പറയുമ്പോൾ സത്യമായത് നമ്മളിലേക്ക് എത്തിക്കോളും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുങ്ങാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം മാത്രം മതി. ഈ സത്യം എനിക്ക് ഗ്രഹിക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് ബോധ്യമാവപ്പെടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇടപെടാനായിട്ട് എന്നോട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവാത്മാവിന് അത് നിങ്ങളോട് ഇടപെടും. നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഈ തലങ്ങളിലേക്ക് ഗിഫ്റ്റുകൾ ലഭിക്കാനും എല്ലാം ഇടയായി തീരും. നമ്മുടെ ചാപ്റ്ററിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വായിക്കുക, അഫർമേഷൻസ് വായിക്കുക. ഞാൻ പറഞ്ഞു പോവുക. അതിനൊരു പ്രെയർ ഞാൻ എഴുതിയിട്ടുണ്ട്. Heavenly Father, I thank you for your word that brings life and healing. I concentrate myself and every tool I use for your glory. Let the Holy Spirit guide me in truth, and let the power of Jesus' sacrifice be present in this healing. Protect me under the blood of Christ, and let your will be done. Amen. അതൊരു ഓപ്പണിംഗ് പ്രെയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരും. അത് വായിച്ച് ഇന്ന് കിടക്കാൻ ശ്രമിക്കുക. അഫർമേഷൻസ് ഇതാണ്: The Lord is my healer. By the stripes of Jesus I am healed. I am the temple of Holy Spirit, strong and whole. Whom the Son set free is free indeed. ഇതെല്ലാം ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. ഇതെല്ലാം ഈ നോട്ട്സ് നമ്മുടെ ക്ലാസ്സിൽ
ഇതിൽ തരുമോ വാട്സപ്പില്? ഞാൻ വാട്സപ്പിൽ ഇടും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കൂടുതലായിരിക്കും. വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് ഇതായി പോകും, ഫുള്ളായി പോകും. ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിന്റെ ചാനൽ ഇട്ട് തരാം. അതിൽ നിങ്ങൾക്ക് പോയ ഇന്നത്തെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 കഴിഞ്ഞ് ഏകദേശം 10 ചാപ്റ്ററുകൾ നമുക്ക് തീർക്കണം. അതിനുശേഷമാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കയറുള്ളൂ. നമ്മളൊരു ബേസിക് എന്താണ് ഹീലിംഗ്, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, കുറച്ച് ഹീലിംഗ് സെഷൻസുകളും ഇതിൻ്റെ കൂടെ തന്നെ കാണും. കഴിയുന്നതും നിങ്ങൾ എല്ലാവരും മിസ്സാകാതെ വരുവാൻ ശ്രമിക്കുക. 10-23 പേരുണ്ടെങ്കിലും ഇന്ന് നമുക്ക് 9 പേര്, ഞാനടക്കം 8 പേരാണ് വരാൻ സാധിച്ചത്. യാതൊരു പരിഭവവും ഇല്ല, വളരെ സന്തോഷമാണ്. ഇത്രയും പേരൊക്കെ വരുന്നത് തന്നെ വളരെ നല്ല സൈനാണ്, നല്ല ലക്ഷണങ്ങളാണ്. കൂടുതലായിട്ട് ഇത് പഠിക്കുകയും നിങ്ങൾ ഓരോരുത്തരും നല്ല സ്പിരിച്വൽ ഹീലേഴ്സ് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കൂടുതലായിട്ട് ബൈബിളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇതിൻ്റെ ഗിഫ്റ്റുകളും എങ്ങനെയെല്ലാമാണ് ഇത് പ്രവർത്തിക്കുന്നത് കൂടുതലായിട്ട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്